ഇത് പ്രശ്നവശാൽ അവർ വെച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2500ഓളം വർഷമുണ്ട് പോലും കേട്ടോ പഴക്കം. അത്രയും പഴക്കമുള്ള ഒരു മഹാക്ഷേത്രം ഇത് കേട്ടോ. അതിസുന്ദരമായ ശാന്തമായ പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പം ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത്. കാസർഗോഡ് ഡിവിഷനാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശോനയാവസ്ഥ തന്നെയാണ് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ മലബാർ ദേവസ്വം ബോർഡിൻ്റെ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കണം. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നിതിലാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടുത്തെ ജീവനക്കാർ അവർക്കെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് കിട്ടിയ അറിവുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ശമ്പളം കിട്ടിയിട്ട് തന്നെ ഏകദേശം ഒരു 8, 9, 10, 15 മാസത്തോളം ആയി പോലും. അപ്പോൾ അവരെല്ലാം അന്നൊന്ന് ജീവിച്ച് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ ജീവിച്ചിട്ട് പോകുന്നവരല്ലേ. ഇത് കറുകപ്പുല്ലാണ് കേട്ടോ. ഈ കറുക ഉപയോഗിക്കുന്നത് ഗണേശന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ ക്ഷേത്രത്തിൻ്റെ പഴക്കം കണ്ടോ നിങ്ങൾ? അത്ര ചുമരെല്ലാം അത്ര ക്ഷയിച്ച ഒരവസ്ഥയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ വടക്ക് വശമായിട്ട് വരും കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രങ്ങളായിട്ട് വേറെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറപ്പുറമെല്ലാം ക്ഷേത്രങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു വീഡിയോ എന്നല്ല ഒരുപാട് വീഡിയോ ചെയ്യേണ്ടതായി വരും. അതൊക്കെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ അധികാരികളാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. കണ്ടെങ്കിൽ കണ്ടോ കാണിച്ചു തരാം. കല്ലിൻ്റെ കൊത്തുപണി എഞ്ചാതി കൊത്തുപണിയാണെന്നറിയോ? വേറെ ലെവലാണ്. പണ്ടത്തെ കൂട്ടറെ ആ ഒരു കൈയിൻ്റെ ഒരു പ്രത്യേകത അത്. എന്നുവെച്ചാൽ അന്നത്തെ കാലത്തൊന്നും ഈ മെഷീൻ വർക്കില്ല, കൈപ്പണിയല്ലേ. അപ്പം അത് വേറെ തന്നെ ഒന്നും പറഞ്ഞത് കഴിയും. കല്ലിൻ്റെ ഒക്കെ പണീൻ്റെ ഇത് കണ്ടോ നിങ്ങൾ? നോക്കിയേ, എത്ര കാലപ്പഴക്കമുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അത്രയും കാലപ്പഴക്കമുള്ള 2500-ലധികം വർഷം പഴക്കമുള്ള ഒരു മഹാക്ഷേത്രം കേട്ടോ. ഇതിൻ്റെ തെക്ക് വശത്തായിട്ട് ശ്രീ ദക്ഷിണമൂർത്തി ഉണ്ട് കേട്ടോ. അധിക ക്ഷേത്രങ്ങളിലുണ്ടാവും. ആ ഭാഗത്ത് തന്നെയാണ് ഗണേശനും ഇരിക്കുന്നത് കേട്ടോ, ഗണപതി. ഇത് അതിൻ്റെ മറ്റൊരു ഉപക്ഷേത്രമാണ്. വനശാസ്താവാണോ ഒന്ന് ആയിഷ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. വനശാസ്താവാണോ? ആ, വനശാസ്താവാണ്. എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ആ മുകളിൽ ഇല്ലല്ലോ, അതുകൊണ്ടാണ് വനശാസ്താവാണോ എന്ന് സംശയം വന്നത്. തന്നെയാണ് വസിക്കുന്നത്. മരികിലത്ത് മരുമലത്ത് ശ്രീ അയ്യപ്പൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. എന്താ അർത്ഥമാക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെയുള്ളവരോട്. ചില കാര്യങ്ങൾ നമുക്ക് അറിയാത്ത വിഷയങ്ങളാണ് ചുറ്റുമുള്ളത്.
കൊത്തുപണിയെല്ലാം എന്ന് വെച്ചാൽ അസാധ്യം കൊത്തുപണിയാണ്. ക്ഷേത്രത്തിനിടെ കല്ലർത്തിരി കാണാം, എന്തിനാണെന്നറിയില്ല. ഇത് പ്രത്യേകിച്ച് പണയെന്ന് കൊത്തിയിട്ട് എടുക്കുന്നതല്ല. ഇത് സാധാരണ കല്ലല്ല. ഇതിപ്പോൾ സാധാരണ കല്ല, വീട്ടിനെല്ലാം ഉപയോഗിക്കുന്ന ടൈപ്പ് കല്ല. പക്ഷെ ഇത് സ്പെഷ്യൽ കല്ലാണ്. കണ്ടില്ലേ, ക്ഷേത്രത്തിന് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ചുറ്റുമതിലിന് വേണ്ടിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല, അത് ചോദിക്കാം നമുക്ക്. അതിന് ദേവസ്വം ഒന്ന് കനിയണ്ടപ്പോൾ. ദേവസ്വം എന്ന് വെച്ചാൽ ഒന്ന് ആക്റ്റീവ് ആവണം ഇവിടുത്തെ ദേവസ്വം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. ഇനി ക്ഷേത്രക്കുളം കെട്ടാനാണോ എന്ന് എനിക്കറിയില്ല. എന്തിനാ കല്ലറക്കി നമുക്ക് ചോദിക്കാം. കുളം കെട്ടാനാ? കുളം കെട്ടാനാ പോലും. ക്ഷേത്രക്കുളം കെട്ടാനും വേണ്ടിയിട്ടാണ് കല്ലറക്കിയിട്ടുള്ളത്. കുളം കെട്ടിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. ചുറ്റും കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം നല്ല ശുദ്ധം പോകും. പക്ഷേ ഇത് ഒഴുക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ടേ ഉള്ള കുളമല്ലേ. എന്നാലും ഈ ദേശത്തൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കുളങ്ങളുണ്ടാകുമ്പം നശിപ്പിക്കരുത്. എപ്പോഴും അത് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ ദേശത്തുള്ള മറ്റുള്ളവർക്കും ജലസ്രോതസ് കൂടും. നല്ല നെയ്പായസത്തിൻ്റെ മണം. കടുപ്പായസത്തിൻ്റെ സ്മെല്ലടിക്കും. ഞാൻ പറയാം, നല്ല കടുപ്പായസത്തിൻ്റെ സ്മെല്ലടിക്കുന്ന പറയാ. രണ്ടാമത്തെ അല്ലേ? മതിയല്ലുണ്ടല്ലേ? ആ അതെ അതെ ഉണ്ട്. പേര് പറ ഒരു മിനിറ്റ്. സദ്യ അല്ലേ? എവിടെയാ വീട്? അടുത്ത് തന്നെ അല്ലേ? ഏതായാലും കാണാനും പരിചയപ്പെടാനും സാധിച്ച സന്തോഷം. ഇവിടെ ക്ഷേത്രത്തിലെ ക്ലർക്കാണോ? ഇവിടെ ചെയ്യുന്നല്ലേ? ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ഇത് ഇവിടുത്തെ തന്നെയാണ് അല്ലേ? ഇത് സൂര്യനാരായണനാണോ വെറും സൂര്യക്ഷേത്രമാണോ? ആ, തലശ്ശേരി ഉണ്ട്. സൂര്യനാരായണ ക്ഷേത്രം തലശ്ശേരി അല്ല, നമ്മളെ കതിരൂര് പോകുന്ന വഴിക്ക്. സതി അല്ല എന്നാ പേര്? ആ, പിന്നെ എത്ര ജീവനക്കാരുണ്ട് ഇവിടെ? 7 പേരുണ്ട് അല്ലേ? അപ്പുറത്തടക്കം. ശാന്തിമാർ എത്രയുണ്ട്? 2 ശാന്തി. ഈ എല്ലാ സ്ഥലത്തും അവർ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? ഒറ്റ സ്ഥലത്തല്ല. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ? ഈ ശാന്തി പോകണം അല്ലേ? അതാ പറഞ്ഞു. അതെ 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 അതെ. അതിൽ പല കിണറും നശിച്ചു പോയി. ആ അതെ, അവിടെ അല്ലേ? ആ, മൂടിപ്പോയി അല്ലേ? അതെ അതെ, ഞാൻ പറഞ്ഞ പലതും നശിച്ചു പോയി. ആ പണ്ട് പറഞ്ഞ അതെ അതെ. ഇത് സൂര്യക്ഷേത്രമാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ 12 തിരിയിട്ട് നെയ്വിളക്കാന്ന് ഇവിടുത്തെ പ്രധാന വഴി. ആ അതെ അതെ, വെള്ള നിവേദ്യം അല്ലേ?
അപ്പം പിന്നെ പിന്നെ ഇങ്ങ് വാ, ഞാൻ ചോദിച്ചോക്കട്ടെ ഇതിൻ്റെ എനിക്ക് ചന്ദ്രനോട് മാത്രമൊന്നും അറിയില്ല പറയാൻ. അങ്ങനെയല്ലേ ഓരോന്ന് പറഞ്ഞു തരുമോ? ഞാൻ കേട്ടറിവേ ഉള്ളൂ. അതായിക്കോട്ടെ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഒരു പോയി. പിന്നെ ഈ ക്ഷേത്രത്തിൽ പിന്നെ എത്ര മണിക്കാണ് നട തുറക്കാറ്? ഇവിടെയാ ഈ ശരിയായ സ്ഥലത്ത് 6 മണിയാന്ന് പറയുന്നത്. പക്ഷെ 5:45 നമ്പൂരി വരും അല്ലേ? പിന്നെ എവിടെ ഏത് ഇല്ലത്തിലാണ് നമ്പൂരി? അത് പാടിയില്ല. പാടിയില്ലത്ത്. പിന്നെ കടൂർ പാടിയില്ല. കടൂര് പാടിയില്ല. പിന്നെ എത്ര മണിക്കാണ് നട ഇറക്കുക? അപ്പം ദൂരം നല്ല വരുന്ന കൂട്ടർക്ക് അറിയാൻ 11 മണിക്കാണ് നടക്കുക. അതിന് ശേഷം ആരെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ 11:15 വരും. ഇപ്പോൾ നമ്മൾ ചിലതെല്ലാം ഈ കുറേ കൂട്ടർ നമ്മൾ ഈ നാലമ്പല ദർശനം പോലെ പോക്കുണ്ട്. അപ്പം അങ്ങനെ കുറേ ആൾക്കാരല്ല, അങ്ങനെ കുറേ ആൾക്കാർ പോക്കുണ്ട് നമ്മൾ ഇതിലെ കൂടി. അപ്പം അങ്ങനെ അവരെല്ലാം വരുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറയണം. അതെ, നമ്മൾ അതിൻ്റെതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ? ഇവിടെ കല്യാണവും നടക്കുന്നുണ്ട് അല്ലേ? രജിസ്റ്റേർഡ് ആയിട്ട് തന്നെ. ഇവിടുന്ന് രജിസ്റ്റർ ചെയ്താൽ പിന്നെ അവർക്ക് വേണ്ട, വേറെ ഒന്നും വേണ്ട. അക്ഷയയിൽ പോയിട്ട് വരാം. ചെയ്താൽ മതി അല്ലേ? നമ്മൾ ഇപ്പം പോകുന്നത് കാവില. എവിടെ കാവില? ഏതാ ഭഗവതി ഏതായിരിക്കുന്നത്? ഭദ്രകാളിയാണല്ലേ? വില്ലമുടിയ വെല്ലുകമ്പരട്ടി. ഇല്ലേതാ പറഞ്ഞേ നിങ്ങളെ? കുപ്പത്താണല്ലേ? നമസ്തേ. എന്താ പേര്? അല്ല, എന്താ പേരെന്താ? വാസുദേവൻ നമ്പൂരി. കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഏച്ചൂർ കോട്ടമുണ്ട്. പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ആളെ കാണുമ്പോൾ ഭഗവാനെ കാണുന്ന പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല നമസ്കാരം. ഇത് കാട്ടിനുള്ളിൽ കൂടി പോകുന്ന ഒരു ഫീലാണ്. ഇത് ഭദ്രകാളി അമ്മയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നു. അത്ര ക്ഷയിച്ചു പോയ ക്ഷേത്രങ്ങളാണ്. അതെന്ന് വെച്ചാൽ എല്ലാം ഉണ്ടോ ചോദിച്ചാൽ എല്ലാം ഉണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഒന്നുമില്ല. അതാണ് അവസ്ഥ. ഇത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ക്ഷേത്രമാണ് കാണിച്ചു തരുന്നത് കേട്ടോ. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ ക്ഷേത്രം. മൂന്ന് ക്ഷേത്രങ്ങളാണ്. ഇനി പഴയ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടി ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് വസിക്കുന്നത് കേട്ടോ. ഇത് ക്ഷേത്രത്തിലെ ചെറിയ ക്ഷേത്രക്കുളം നമുക്ക് കാണാം. ഇത് കുഞ്ഞിക്കുളം കേട്ടോ. നമസ്തേ, എന്താ പേര്? അനിത അല്ലേ? ക്ഷേത്രത്തിലെ ക്ലർക്കാണല്ലേ? എത്ര ജീവനക്കാരൻ്റെ? 10 പേരാ 11 പേരാ? ഇവിടെ ക്ഷേത്രം 7 പേരാ? 7 പേര്. പിന്നെ ശ്രീക്ഷേത്രത്തിൽ പൂട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ? ആരും ഉണ്ടാവും? അവിടെയും ഉണ്ടാവും അല്ലേ? അല്ല, എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആൾക്കാരോട് എത്തിച്ചു കഴിഞ്ഞാൽ അവർ അത്രയും ദൂരത്തിനാലും വരുന്ന കൂട്ടറാകുമ്പോൾ ബുദ്ധിമുട്ടി പോകുമല്ലോ. ഇതിപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ അനിതേച്ചി അല്ലേ? അനിതേച്ചി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിൽ വരാം. ക്ഷേത്രം നിങ്ങൾ കാണേണ്ട ക്ഷേത്രം ഒരു ക്ഷേത്രത്തിലല്ല നിങ്ങൾ വരുന്നത് അല്ലേ? ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിപുരാതന കാലത്തിലുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ പെരുമാറ്റം തന്നെ കണ്ടാൽ മനസ്സിലാവും. എല്ലാ സഹകരണവും സഹായവും നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ അതിനൊന്നും ഒരു കുറവുമില്ല. അവർക്ക് ഒരേ ഒരു വിഷമേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലമായി ശമ്പളം കിട്ടിയിട്ട്. എന്ന് വെച്ചാൽ ജീവിക്കണ്ടേ, കുടുംബത്തെ അരിപോകയണ്ടേ. അപ്പോൾ ഇതിൻ്റെ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് പരിഗണിക്കണം. ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കണം. ക്ഷേത്രത്തിൻ്റെ അവസ്ഥയൊക്കെ അറിയാം, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവായി എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ നല്ല അതെ, ബാക്കിയെല്ലാം തിരുവേനിയും പറഞ്ഞു തരും. കാരണം ഭഗവാന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടിക്ക് കാശും വേണ്ടേ അല്ലേ? ഒരു കുടുംബത്തിലുള്ളല്ലേ.